മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി ഈ ഉപ്പാപ്പ ഈ സയ്യിദന്മാരൊക്കെ ഉപ്പാപ്പയായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചിന്തിച്ച് അവിടുത്തെ ബഹുമാനം ഓർത്തിട്ടൊന്ന് പറയണേ മുസ്ലിമേ. എന്ത് പറയണം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം. അങ്ങനെ റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോ ഹബീബായ നബിയെ പറ്റി ചിന്തിക്കുന്നവരാണ് മുഴുവൻ ഔലിയാക്കളും. എന്നാൽ അജ്മീർ ഖാജ തങ്ങൾ മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞ ടൈമില് അജ്മീർ ഖാജ തങ്ങളൊക്കെ വലിയ ദർജയുള്ള ആളാണ്, കണക്കില്ലാത്ത ദർജയുള്ള ആളാണ്. സ്വഹാബത്തിന്റെ താഴെയാണ് അവരെ ദർജ എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. നമ്മളാരും തെറ്റായി ധരിക്കരുത്. സ്വഹാബത്തിന്റെ അത്ര ദർജ ആർക്കില്ല, മുഹീദ്ദീൻ ശൈഖിനില്ല, അജ്മീർ ഖാജ തങ്ങൾക്ക് ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളെ പറ്റിയുള്ള ഒക്കെ നോക്കുകയാണെങ്കിലോ ഞങ്ങളൊന്നുമല്ല. ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അജ്മീർ ഖാജ തങ്ങളടക്കമുള്ള മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നല്ലവണ്ണം കമാലിയത്തിൽ എത്തിക്കണം. അല്ലാഹ് ഈമാൻ യസീദു വ യൻഖുസു എന്നല്ല. ഇപ്പൊ ഉസ്താദ് വന്ന സ്വകാര്യം പറഞ്ഞ എന്താ വെച്ചാല് കുറേ പെങ്ങന്മാര് ഉമ്മമാര് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ കുർസ് കുറെ കാലിയാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കുറെ ഒഴിവുണ്ട്, കുർസ് കസേര. അപ്പൊ അതുകൊണ്ട് ആ ഇരിക്കുന്ന പെണ്ണുങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇവിടുന്ന് അങ്ങോട്ട് കാണൂല, നിങ്ങളെ കാണൂല. നിങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ, മുമ്പിലേക്ക് ഇരുന്നോളൂ, എതിരിലേക്ക് ഇരിക്ക്. ഇവിടുത്തെ ഭാഷയിൽ എതിരിൽ എന്നല്ല പറയാ. എല്ലാ പെങ്ങന്മാരും എതിർക്ക് വന്നിരിക്കും. എന്നിട്ട് കുറെ സ്ത്രീകൾ ഉമ്മമാർ അവിടെ നിൽക്കുകയാണ് ബാക്കിൽ. അൽഹംദുലില്ലാഹ്. നിങ്ങൾ എതിർക്ക് വന്നാൽ എന്താവും? ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, എന്റെ പ്രിയപ്പെട്ട അഖവാത്ത് എന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ, അവർക്കൊക്കെ എന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാ പെങ്ങന്മാർക്കും ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. കുറെ സമയം നിൽക്കുമ്പോൾ എന്താവും? നമ്മളെ കാല് വേദനയാവും. അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു ചങ്ങായിന്റെ വെയിലത്ത് ഇങ്ങനെ നിൽക്കണം. ഹദീസിലുള്ളതാ, ബുഖാരിയിലുള്ളതാ. ഒരു ചങ്ങായി വെയിലത്ത് ഇങ്ങനെ നിൽക്കുക, വെയിലിൽ നിൽക്കുകയാണ്. മോനെ നിങ്ങളെന്തിനാ നിൽക്കണേ? അതെ, ഞാൻ വെയിലത്തെക്കാൻ വേണ്ടി നേർച്ചാക്കിയതാണ്. തന്നെ പല നേർച്ചയുണ്ടാവും. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ മാത്രമേ നേർച്ചാക്കാൻ പറ്റുള്ളൂ. പടച്ചോൻ കൽപ്പിച്ചത് പ്രകാരം പടച്ചോന്റെ മത്ലൂബായ സംഗതിയിൽ മാത്രമേ നേർച്ച പറ്റുള്ളൂ എന്ന് ആര് പറഞ്ഞു കൊടുത്തു? സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എന്ന് പറഞ്ഞാൽ വെറുതെ നിന്ന് വേദനയും കാല് നൊമ്പലം ആക്കാൻ നിൽക്കണ്ട. അല്ലാഹു തആല എല്ലാ നൊമ്പലങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. മുട്ട് നൊമ്പലങ്ങൾ മാറ്റിത്തരണം അല്ലാഹ്. കണ്ടോ? അങ്ങനെ അജ്മീർ ഖാജ റസൂലുള്ളാഹിയുടെ ഹദറത്തിൽ വരികയാണ്. അല്ല, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈമാനുണ്ടോ? ഈമാനുണ്ടെങ്കിൽ ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. ഈമാനുള്ള മനുഷ്യന്റെ കണക്ഷൻ, മുഅ്മിനായ മനുഷ്യന്റെ അല്ലെങ്കിൽ മുഅ്മിനായ ജിന്നിന്റെ അല്ലെങ്കിൽ മലക്കിന്റെ ഒരു കണക്ഷൻ എവിടെയാണെന്നറിയോ? അത് മദീനയിലേക്കാണ്. അതുപോലെ മദീനയിലല്ലേ ഉപ്പാപ്പയുള്ളത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. ഏതുപോലെ കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് അതിന്റെ താമസ സ്ഥലമായ മടയിൽ നിന്ന്, മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ആ പാമ്പിന്റെ ചിന്ത എന്താണെന്നറിയോ? എന്റെ വീട്ടിലെത്തിയാൽ, എന്റെ ഔത്ത് ഞാൻ എത്തിയാൽ എനിക്ക് രക്ഷയുണ്ട് എന്നാണ്. പാമ്പിന്റെ ഔത്ത് എന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയോ? അത് മാളം ആണ്, മടയാണ്. അതുപോലെ ഈമാനുണ്ടോ? എനിക്ക് രക്ഷയുണ്ട് മദീനയിലെത്തിയാൽ എന്ന് ചിന്തിക്കും മുഅ്മിന്. എന്നാൽ അജ്മീർ ഖാജ മദീനയിൽ ചെന്നിട്ടുണ്ട്. മദീനയോട് സ്നേഹമില്ലാത്ത ഒരൊറ്റ മുഅ്മിനെയും അല്ലാഹ് പടച്ചിട്ടില്ല. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞില്ലേ, വലാ തഗ്തറ ബിൻകാരി ഇബ്നു തൈമിയ്യ ലിസന്നി സിയാറതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു അബ്ദുൻ അദല്ലഹു അല്ലാഹ്.
ഇമാം നവവി തങ്ങളെ ഇളാഹിന്റെ ശർഹിലെ ഖാതിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാണ്, വലാ തഗ്തർ, ആരും പെട്ടുപോകണ്ട, നിങ്ങൾ പെട്ടുപോകണ്ട, വഞ്ചിതനായി പോകണ്ട. ബിൻകാരിബിൻ തീമിയ, ഇബ്നു തീമിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തേ ലിസന്നി സിയാറത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ ഇൻകാർ ചെയ്തു, അയാൾ നിഷേധിച്ചു എന്ന് റസൂലുള്ളാഹിന്റെ ഖബറിൽ പോകരുത്, അതിനുവേണ്ടി യാത്ര പോകാൻ പാടില്ല. നൂറുകണക്കായിരിക്കുന്ന ഹദീസുകളുണ്ട് ഹബീബായ തങ്ങളടുക്കൽ മദീനത്ത് പോകണമെന്ന്. ഖുർആനിലുണ്ട്, എത്രയോ സ്ഥലത്ത് ഖുർആനിലുണ്ട്. ആ ഹദീസിനെയും ആയത്തുകളൊക്കെ ഇയാൾ ദുർവ്യാഖ്യാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഫഇന്നഹു അബ്ദുൻ അദല്ലഹുല്ലാഹ്, അയാൾ വഴി പിഴച്ചയാളാണ് ഇബ്നു തീമിയ. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ പറയാണ്, വഖൂഉഹു ഫീ ഹഖ്ഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിഅജബിൻ. ഇബ്നു തീമിയ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറഞ്ഞതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അയാൾ അല്ലാഹുവിനെ പറ്റി തന്നെ പല തോന്നിയാസങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഖൗലിഹി ഇന്ന ലില്ലാഹി തആല ജിഹതൻ വയദൻ വഅയ്നൻ, ജിഹതൻ വയദൻ വരിജലൻ വഅയ്നൻ വഗൈറ ദാലിക. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ശറഹുൽ ഇളാഹിൽ പറയാണ്, അല്ലാഹുക്ക് കൈയുണ്ട്, അല്ലാഹു തആലാക്ക് കണ്ണുണ്ട്, അല്ലാഹു തആലാക്ക് കാലുണ്ട്, അല്ലാഹു ഒരു ഭാഗമുണ്ട്, ജിഹത്തുണ്ട് എന്നൊക്കെ പല തോന്നിയാസങ്ങളും പറഞ്ഞ ഇബ്നു തീമിയനെ പോലെയുള്ളവരും വമുത്തബിഈഹി, ഇബ്നു തീമിയന്റെ അനുയായികളുമല്ലാതെ ഒരാളും ഹബീബായ തങ്ങളെ സിയാറത്തിനെ നിഷേധിച്ചിട്ടില്ല. റബ്ബേ, ഞങ്ങൾ പോയതൊക്കെയും കബൂലാക്കണേ അല്ലാഹ്. പോയവർക്കും പോകാത്തവർക്കും മദീനത്ത് പോകാൻ ഇനിയും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ പെഞ്ഞായിമാർക്ക്, ഞങ്ങളെ കിടാക്കൾക്ക്, ഞങ്ങളെ ശിഷ്യന്മാർക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക്, നമ്മളെ ഇബ്രാഹിം ഹാജിയുടെ മകൻ, എന്താണ് പേര്? ഹമീദ്. അയാളെ ഹജ്ജിന് പോയിട്ടില്ല. ഞാൻ അയാളെ വന്നപ്പോൾ തന്നെ ഹമീദ് ഹാജി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഹാജി അല്ല എന്ന്. പടച്ചോനെ യാ അല്ലാഹ്, മഖബൂലും മബ്റൂറുമായ ഹജ്ജിന് പോകാൻ അയാൾക്ക് തൗഫീഖ്, ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അവിടെ ചെന്ന് ഹബീബായ തങ്ങളോട് എന്തായി ഇഷ്കിലൂടെ ബന്ധപ്പെട്ട് അങ്ങനെ മടങ്ങുമ്പോ റസൂലുള്ള പറയാണ് ആരോട്? ഖാജാ തങ്ങളോട്. ഖാജാ തങ്ങൾ അറബ് നാട്ടിൽ എവിടെയോ പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച ആളാണ്. ബഗ്ദാദിൽ പോകണം, അങ്ങനെ പല സ്ഥലത്തും പോകണം, അവിടെയൊക്കെ താമസാക്കണം. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, നിങ്ങൾ ഹിന്ദിലേക്ക് പോകണം, ഇന്ത്യയിലേക്ക് പോകണം. ഞാൻ ഒരിക്കൽ സൗദി അറേബ്യയിൽ ഉണ്ടായപ്പോ അന്ത ഹിന്ദി, ഒരു അറബിനോട് പറയാം, അന്ത ഹിന്ദി, നീ ഹിന്ദിയാണോ? അയ്യോ അന ഹിന്ദി. ഹിന്ദി? അയ്യോ അന്ത ഹിന്ദു. എങ്ങനെ മൂപ്പർ ഒപ്പിക്കൽ? ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, وروي أن آدم عليه السلام حج 40 حجة من الهند ماشيا. فتح المعين വാചകം അല്ലേ? ഞങ്ങളെ ബാപ്പ ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് നേരെ വന്നത് എവിടുക്ക? ജിദ്ദയിൽക്കല്ല, എവിടുക്കല്ല? ദമാമിൽക്കല്ല, അൽ ഹസീക്കല്ല, ഹഫറുൽ ബാത്തിനിക്കല്ല. എവിടുക്ക ഉസ്താദേ ഞങ്ങളെ ബാപ്പ വന്നത്? ഇന്ത്യയിലേക്കാ വന്നത്. അപ്പൊ ഒന്നാമത്തെ മുഅ്മിനായ ഒന്നാമത്തെ മനുഷ്യൻ വന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് നമ്മൾ കിബറൊന്നും ആർക്കും വേണ്ട. എല്ലാ അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ അബൂജഹലുള്ളത്. എല്ലാ നാട്ടിലും നല്ലതും ഉണ്ടാവും, എല്ലാ നാട്ടിലും വടക്ക് മോശപ്പെട്ടതും ഉണ്ടാവും. ഞങ്ങൾ അന്ത ഹിന്ദു എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ എല്ലാ അറബിയോടും അങ്ങനെ ഒന്നും പറയൂല. അത് വിവരമില്ലാത്തൊരു ചങ്ങായി പറഞ്ഞതാണ്. അള്ളാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പിന്നെന്തായി? മൗനായി. മൗനം എന്ന് പറഞ്ഞാൽ സുക്കൂത്തായി. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളോട് പറയാണ് ഹിന്ദിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞതല്ലേ, ഹബീബായ തങ്ങൾ വഫാത്തായ നബിയാണെങ്കിലും ഹബീബായ തങ്ങൾ വിവരം കൊടുക്കേണ്ട ആളുകൾക്ക് അതിന്റെ സമയത്തുമ്പോ റസൂലുള്ള വിചാരിച്ചാൽ, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ശറഹുൽ ഇളാഹിൽ പറഞ്ഞില്ലേ, വഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ ഫീ ഖബ്രിഹി കസായിരിൽ അംബിയാ.
ഹബീബായ തങ്ങൾ ഈ മജ്ലിസില്, ഈ ബാക്കറബായിലെ മജ്ലിസിൽ വരണമെന്ന് റസൂലുള്ളാഹി വിചാരിച്ചാൽ വരാൻ കഴിയും. അതെ, റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞാൽ റസൂലുള്ളാഹി മടക്കും എന്ന് പറഞ്ഞത് ഇബ്നു ഹജർ തങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ, ശറഹുൽ ഇളാഹിൽ പറയുന്നുണ്ടല്ലോ, നുത്ഖിന്റെ കഴിവ് അല്ലാഹ് കൊടുക്കും എന്നാണ്. വഅലൈക്കുമുസ്സലാം എന്നോ മറ്റോ നമ്മളെ സലാം മടക്കാൻ, അങ്ങനെ മൊഴിഞ്ഞുകൊണ്ട് നാവുകൊണ്ട് നുത്ഖ് ചെയ്തുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടിട്ട് മടക്കാൻ ഹബീബായ തങ്ങൾക്ക്, അള്ളാന്റെ ഹബീബിനിക്ക് അല്ലാഹ് കഴിവ് കൊടുക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിക്കുന്നു. ഇബ്നു ഹജർ തങ്ങളെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ അവിടുത്തെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അജ്മീർ ഖാജ തങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങിയ. ഏതാ ഇന്ത്യ? ഖാജ തങ്ങൾക്കറിയോ? ഇല്ല, ഖാജ തങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഒരു മാപ്പ്, ഒരു ഗൂഗിൾ മാപ്പ് ഇപ്പോഴാ വന്നത്. ഗൂഗിളിനേക്കാളും വലിയ മാപ്പ് ആര്? റസൂലുള്ളാഹി തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കാൻ കഴിയും അല്ലേ? ഭേദം വിളങ്ങി പാറവാൻ മാടിച്ചാരേ, ഭേദാംബർ അവർ വായിൽ തുപ്പിക്കോടു തോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ. അല്ലാഹ് ആ കിടാവ് ഉറക്ക ചെല്ലല്. ഇവിടെ വന്നു ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. വേമ്പ അൽഹംദുലില്ലാഹ് സയ്യിദന്മാരൊക്കെ ഇരിക്കണം. ആ കിടാവ് ഉറക്ക ചെല്ലി, എല്ലാ കിടാക്കളും ചെല്ലിക്കോളി ഇൻഷാ അല്ലാഹ്. ഇവിടെ വാ ഇൻഷാ അല്ലാഹ്. قولوا تكبير قولوا تكبير قولوا تكبير. الحمد لله. الله بركاته ان شاء الله. اللهم صل على سيدنا محمد وعلى آله. റസൂലുള്ളാഹിന്റെ കുട്ടികളല്ലേ അല്ലാഹു ആ കുട്ടികളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ, അവരെ ഖാദിമീങ്ങളായ അവരെ ബേക്കിൽ സ്വർഗ്ഗത്തിലെത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇപ്പോ ഈ സയ്യിദ് അവറുകളുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഉസ്താദന്മാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഗൊന്തില്ല, നാക്ക് ഗൊന്തില്ല. അപ്പൊ ആ കുട്ടിയുടെ പേരെന്താ മോനെ? റാഹിസ്, മുഹമ്മദ് റാഹിസ്. എവിടെ വീട്? എവിടെ? കാജ. ഉപ്പ അവിടെ ഉണ്ടോ? വാപ്പ എവിടെ? തിരുവനന്തപുരത്താണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉന്നതമായ സ്ഥലത്ത് അല്ലാഹു തആല എത്തിക്കട്ടെ. റാജ എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട് അല്ലേ? കജെ. അതേത്? സാരത്തൂർ ജമാഅത്താ. ബാക്കറ വയൽ തന്നെ. അൽഹംദുലില്ലാഹ്. ഇവിടെ പല ഞങ്ങളുടെ നാട്ടില് വയൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം, നെല്ല് ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തുണ്ട്. ഇവിടെ ഒക്കെ വയലാ. ബാക്കറ വയൽ, നടി വയൽ, ആകെ വയലിന്റെ 5 കളിയാ. ആയിക്കോട്ടെ, അല്ലാഹു ഇവിടൊക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. വേറെയും പല വയലും ഉണ്ട് ഇവിടെ അല്ലേ? വേറെ വയലുള്ളത് പൊയ്യത്തെ വയൽ. അൽഹംദുലില്ലാഹ്. ആ നാട്ടിൽ അന്തി ഉറങ്ങുന്ന മഹദി അവർകളെ ബർക്കത്ത് കൊണ്ട്, സയ്യിദത്തുന ബീവി അവർകളെ ബർക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ അവരെ ഖാദിമീങ്ങളായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. എന്തിനാ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുത്ത്, ആ കിടാവിന് സമ്മാനം കൊടുത്ത്, ആ കിടാവ് ഉറക്കനെ ചൊല്ലിയിട്ടുണ്ട്. എന്ത്? ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി അങ്ങനെയും പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തേ നമ്മൾ പറഞ്ഞത്? ഭേദം വിളങ്ങി പറവാൻ മടിച്ചാരെ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഇങ്ങനെ വയത് പറയാൻ ഒരുങ്ങിയപ്പോ അന്ന് മൈക്കില്ല. ഇന്നിപ്പോ എനിക്ക് ഭയങ്കര നിബന്ധനകളാണ്. മൈക്കിന് അങ്ങനെ വേണം, ഇങ്ങനെ വേണം അല്ലേ? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വയത് പറയുമ്പോ എത്ര ആളാ പങ്കെടുത്തത്? എത്ര ആൾമാരാ കേട്ടത്? 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം മനുഷ്യന്മാരുണ്ട്, ജിന്നുകളുണ്ട്. മൈക്കില്ല, എല്ലാരും കേൾക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിന്റെ സൗണ്ടിന്റെ കറാമത്താൻ.
ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി വഅദ് പറഞ്ഞപ്പോൾ ഖുതുബ ഓതിയപ്പോൾ ഹബീബായ തങ്ങളെ ഖുതുബ കേട്ടത് എത്ര ആൾമാരാണ്, എത്ര ബഹുമാനപ്പെട്ട സ്വഹാബത്താണ്. 1.5 ലക്ഷം സ്വഹാബത്ത് എന്നാണ് പറയുന്നത്. ആ സ്വഹാബത്തിനോട് ഖുതുബ ഓതുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, തിരിയേണ്ടവർക്ക് തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു വഅദ് പറയുമ്പോൾ യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമിനിലുൾ മുൻമുന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമിനിലുൾ മുൻമുന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ ചൊവ്വെഞ്ചറിഞ്ഞ് തഞ്ചമിലാടിയിട്ടും ജീലാനി യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി യാ ശൈഖ് സയ്യിദി ചല്ല് ചല്ല് യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني വഅദ് പറയുമ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ വഅദ് പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, ജിന്നുകളുണ്ട്, കുഫാറുകൾ കേൾക്കുന്നുണ്ട്, മുബ്തദിഅത്തും ചിലപ്പോൾ സദസ്സിലുണ്ടാവും. അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു മട്ടത്തിലാകുന്നില്ല അല്ലേ? ബാക്കറബയിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാങ്ങാകുന്നില്ല. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ സംസാരം വർത്തമാനം ഒരു പാങ്ങാകുന്നില്ല. അപ്പോ വിളിച്ചു, മനസ്സുകൊണ്ട് വിളിച്ചു, ഉപ്പാപ്പയെ വിളിച്ചു, യാ റസൂലല്ലാഹ്. അപ്പൊ എന്ത് ചെയ്തു? ഭേദം ബീലങ്കി പറവാൻ മടിച്ചാരെ ഭേദാംബർ അവർക്ക് അവർ വായിൽ തുപ്പിക്കോടു ഹബീബായ അള്ളാന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് തൊള്ളയിൽ വായിൽ തുപ്പിക്കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഈ തുപ്പിക്കൊടുത്തു എന്ന് കേട്ടപ്പോ ഒരു സംശയം ഉണ്ടോ? ഒരു ചെറിയ അർപ്പുണ്ടോ? ചങ്ങായി, നിന്റെയും എന്റെയും ഉമിനീരല്ല, തുപ്പുനീരല്ല, ഹബീബായ തങ്ങളെ ഉമിനീരാണ്. അവിടുത്തെ വായിങ്ങട് തുറന്നാൽ സുഗന്ധമാണ്. നബിക്കുള്ള കാഷ്ടം താഹിറാണ്, മൂത്രവും അതുപോലെ തന്നെ യാ ഹബീബേ രക്തവും. കന്നഡത്തിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കിതാബാണ് ഏത്? അൽ മവാഹിബുൽ ജലിയ. തഴവ ഉസ്താദിന്റെ കിതാബ് മൈക്കാളത്തുള്ള ഞങ്ങളെ ഉസ്താദുമാരെ ബുക്ക് സ്റ്റാളിൽ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഏത്? 10 വാല്യങ്ങളുള്ള ആ കിതാബ് മലയാളത്തിലുണ്ട്. അതിൽ പറയാണ് എന്ത്? നബിക്കുള്ള കാഷ്ടം താഹിറാണ്, മൂത്രവും അതുപോലെ തന്നെ യാ ഹബീബേ രക്തവും. വൽ അർളു മാ യഖ്റുജു മിൻഹു തബ്തലിഅ كذلك الذباب عنه ممتنع. والأرض ما يخرج منه تبتلع. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വന്നാൽ, ബൗല് വന്നാൽ, വേറെന്തെങ്കിലും വന്നാൽ അത് ഭൂമി വിഴുങ്ങുകയാണ്. ഭൂമിക്കറിയാം ഇത് സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വന്നതല്ല. സുഹൃത്തുക്കളെ, ചിന്തിക്കണം. ഹബീബായ അള്ളാന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വായ തുറന്നാൽ എന്തോ ഒരു അല്ലേ? ബുഖാരിയിലില്ല, എത്ര സ്ഥലത്തുണ്ട്. ഫബസഖ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി.
അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കണ്ണിൽ സയ്യിദുനാ റസൂലുള്ള തുപ്പി. ഒരു ചങ്ങായി ഇപ്പൊ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എന്ത് ബുഖാരി ഇമാമിനും തെറ്റിൽ നിന്ന് രക്ഷപ്പെടൂല, ബുഖാരി ഇമാമിന് തെറ്റ് പറ്റാം. എങ്ങനെയുണ്ട് ബുഖാരി ഇമാമിന് തെറ്റ് പറ്റാം ഇങ്ങനെ പറഞ്ഞിട്ട് ആയിഷ ബീവിക്ക് തെറ്റ് പറ്റാം. ഒരു മുസ്ലിയാര ഒരു സംസാരമാണ്. അല്ലാഹു തആല അയാൾക്ക് തൗബ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആയിഷ ബീവിക്ക് തെറ്റ് പറ്റാം, ബുഖാരി ഇമാമിന് തെറ്റ് പറ്റാം. ഇല്ല, ഇമാം ബുഖാരി തങ്ങളെ ജാമിഉ സ്വഹീഹിൽ ഒരു തെറ്റുമില്ല. فبصق رسول الله صلى الله عليه وسلم في عينيه അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഖൈബറിലേക്ക് പോകുമ്പോൾ എന്താണ് റസൂലുള്ള പറഞ്ഞില്ലേ? എന്തേ പറഞ്ഞത്? തലേന്ന് രാത്രി തൊട്ട് മുമ്പത്തെ രാത്രി റസൂലുള്ള പറയാണ്, എന്ത് ഇല്ല ഉഅ്തിയന്ന ഹാദിഹി റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. റസൂൽ ഈ കൊടി ഒരാളെ കയ്യിൽ നാളെ രാവിലെ ഞാൻ കൊടുക്കും. ഈ കൊടി, ഈ പതാക, ഈ ധ്വജ നാളെ നേരം വെളുത്താൽ ഒരാളെ കയ്യിൽ ഞാൻ കൊടുക്കും. അയാളെ, ആ മഹാനായ സ്വഹാബിയെ ഞാൻ കമാൻഡർ ഇൻ ചീഫ് ആക്കും. എല്ലാരും അന്ന് രാത്രി നേരം വെളുക്കുന്നത് വരെ ഉറങ്ങിയിട്ടില്ല. എന്താ കാരണം? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞത് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ട്, അത് ഇമാം നവവി തങ്ങളെ റിയാദുസ് സാലിഹീനിലും ഉണ്ട്. അന്ന് രാത്രി നേരം വെളുക്കുന്നത് വരെ ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങിയില്ല. എന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണ്? യുഹിബ്ബുല്ലാഹ വറസൂലഹു. ആ ഒരാൾ ആരാണ്? യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന, പ്രിയം വെക്കുന്ന ആളാണ്. വയുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, അയാളെ ഇങ്ങോട്ടും അല്ലയും റസൂലും പ്രിയം വെക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മഹബ്ബത്ത് കിട്ടിയ ആള് ഞാനാകണേ. സുബഹി കഴിഞ്ഞ ഉടനെ റസൂലുള്ള എന്നെ വിളിക്കണേ. സ്വഹാബത്ത് മുഴുവനും അന്ന് ഉറക്കമില്ലാതെ കാത്തുകാത്ത് നേരം വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ സുബഹി കഴിഞ്ഞ ഉടനെ റസൂലുള്ള വിളിക്കുകയാണ്. റസൂലുള്ള കേട്ടു. എന്ത് കേട്ടു? ഐന അലിയു, അലി എവിടെ? സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഹുവ യസ്തകി ഐനൈഹി യാ റസൂലല്ലാഹ്. അലിയിന്റെ കണ്ണിൽ രോഗം വന്ന്, ചെങ്കണ്ണ് വന്ന്, രണ്ട് പോളയും ഇങ്ങനെ പൂട്ടിയിട്ട് ക്ലോസ് ആക്കിയിട്ട് ബന്ധാക്കിയിട്ട് തുറക്കാൻ ആകുന്നില്ല നബിയേ, നല്ല നൊമ്പലമുണ്ട് നബിയേ, വിളിക്കൂ. റസൂലുള്ള അപ്പോഴും പറഞ്ഞത് വിളിക്കൂ, അലിയിനെ വിളിക്കൂ. അലിയാര് വന്ന സമയത്ത് ഫബസഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഖുതുബാണ്, ഔലിയാക്കളെ ഖുതുബാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുഹിദ്ദീൻ ശൈഖും റിഫായി ശൈഖും മാത്രമല്ല, ഒന്നാമത്തെ ഖുതുബ് ആരാണ്? ഷഅറാനി ഇമാം പറഞ്ഞതുപോലെ ഔലിയാക്കളെ ഒന്നാമത്തെ ഖുതുബ് ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. രണ്ടാമത്തെ ഖുതുബാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമത്തെ ഖുതുബ് ആണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലാമത്തെ ഖുതുബാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. റബ്ബേ, ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മൗത്തിന്റെ നേരത്ത് അവരെ കാണാനുള്ള, പുഞ്ചിരിക്കുന്ന ആ മഹാന്മാരെ മുഖം കണ്ടിട്ട് സന്തോഷത്തോടെ മൗത്താകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വർഗത്തിലെങ്കിലും അവര് കുടിച്ച ബാക്കി വെള്ളം കുടിക്കാൻ, അവരെ കൂടെ കൂടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചൊല്ലിക്കോ, അത് നിയ്യത്ത് വെച്ച് ചൊല്ലിക്കോ. സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കണ്ണിൽ അങ്ങോട്ട് വെച്ചുകൊടുത്ത് തുപ്പിക്കൊടുത്ത്, ആ തുപ്പലിന്റെ ബർക്കത്താ
ആ തുപ്പലിന്റെ ബറക്കത്താണ് ഖൈബറിലെ നത്വാത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കോട്ട. 10 കോട്ടുണ്ട് ഖൈബറിൽ അന്ന്. ഇപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ 10 ഒന്നും കാണുന്നില്ല. അതൊക്കെ കർസേവ നടത്തി കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞതാണ്. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നത്താത്ത് എന്ന് പറയുന്ന കോട്ട ഖൈബറിന്റെ യുദ്ധം അങ്ങനെ നടക്കുന്ന സമയത്ത് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടുത്തെ പരിച പൊട്ടിപ്പോയി. പരിച മുറഹിബ് പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ആ നത്താത്ത് എന്ന കോട്ടയുടെ വാതിലിന്റെ പൊളിയുണ്ട്, വാതിലിന്റെ പാളി. ആ വാതിലിന്റെ പാളിമ്മൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് വലിച്ചു. ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്ത്? അലിയാർ തങ്ങൾ പറഞ്ഞു, 40 ആള് ഒരുമിച്ച് പൊക്കിയാലും അനക്കാൻ പറ്റാത്തൊരു വാതിലിന്റെ പാളിയാണത്. അത് ഒറ്റ കൈ കൊണ്ട് പിടിച്ചു വലിച്ചു. അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. അതാണ് കറാമത്തിന്റെ കഴിവ്. ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ. കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ. പെട്ടങ്ങു റഹീബ് തൻ വെട്ടിനന്ന് തടുത്തതോർത്താൽ ആരും പുകഴും തങ്കമേ അടൽ ചിങ്കമേ. ആരും പുകഴും തങ്കമേ. കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ. കട്ടി ഖൈബർ യുദ്ധ കാലത്തതി പ്രസിദ്ധ. പെട്ട മുറഹീബ് തൻ വെട്ടിനന്ന് തടുത്തതോർത്താൽ ആരും പുകഴും തങ്കമേ അടൽ ചിങ്കമേ. ആരും പുകഴും തങ്കമേ. ഹബീബായ റസൂലുള്ള പൊരുത്തപ്പെട്ട് കൊടുത്തതിന്റെ ബറക്കത്താ. ബദറിൽ അല്ലാഹുവിന്റെ റസൂൽ കൊടി പിടിച്ചിട്ട് സയ്യിദുനാ അലിയാർക്ക് കൊടുത്തു. സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തു. സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തു. അതുകൊണ്ട് അവരൊക്കെ ജേതാക്കളായി, അവരൊക്കെ വലിയ മഹാന്മാരായി, അവരൊക്കെ ശത്രുവിന്റെ മുമ്പിൽ വലിയ വിജയത്തിലെത്തുകയാണ്. ഹുനൈനും അങ്ങനെ തന്നെ, ഉഹദും അങ്ങനെ തന്നെ. പോരാം ഹുനൈനിൽ നിണ്ടാം പൊലിവും ബമ്പുകൾ ബിണ്ടാം. പോരാം ഹുനൈനിൽ നിണ്ടാം പൊലിവും ബമ്പുകൾ ബിണ്ടാം. ചൂരതൻഹി മാറണ്ട ചൊടിയനെയും കൊണ്ട് നെടിയ ജയം കണ്ട് ആരും പുകഴും തങ്കമേ അടൽ ചിങ്കമേ. ആരും പുകഴും തങ്കമേ. അപ്പൊ അലിയാരെ കണ്ണിൽ റസൂലുള്ള തുപ്പിയിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖിന്റെ തൊള്ളയില് വായിൽ റസൂലുള്ള തുപ്പിയിട്ടുണ്ട്. അതേ റസൂലുള്ളാഹിയുടെ കൽപ്പന കൊണ്ട് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഇന്ത്യയിലേക്ക് വരാനൊരുങ്ങുമ്പോ, ഒറ്റക്ക് പോരാനൊരുങ്ങുമ്പോ കിതാബുകളിൽ പറയുന്നു 40 ഖാദിമീങ്ങൾ ഒപ്പം കൂടുകയാണ്. ഒരാളല്ല, 2 ആളല്ല, 10 ആൾമാരല്ല, 40 ആൾക്കാർ ഒപ്പം കൂടിയപ്പോ പറഞ്ഞു, നിങ്ങളാരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അപ്പൊ അവര് പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് നിങ്ങളെ പൊരുത്തം കിട്ടാനാണ്. അല്ല, യാത്രക്ക് വലിയ പ്രയാസം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പറഞ്ഞു, യാത്രക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അവര് പറഞ്ഞു, ബുദ്ധിമുട്ട് പ്രശ്നമല്ല, ഞങ്ങൾക്ക് അള്ളാന്റെ പൊരുത്തമാണ് വേണ്ടത്. ഇന്ത്യയിൽ നിന്ന് ആദം നബി, ഞങ്ങളെ വാപ്പ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം മക്കത്തേക്ക് നടന്നിട്ട് പോയപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആ ഹജ്ജ് കഴിഞ്ഞ് വീണ്ടും നടന്നിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അത് കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ട് തന്നെ പോയി. അൽഹംദുലില്ലാഹ്, നമ്മളെ താജുശ്ശരീഅ ഉസ്താദിന്റെ ശിഷ്യൻ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ റസൂലുള്ളാഹിന്റെ ഒരു മദ്ഹ് പാടുകയാണ്. ആ ഉസ്താദിനെ ബഹുമാനിക്കാനാണ് പാടുന്നത്. യാ നൂറൽ ഹുദാ അലൈക
ബഹുമാനപ്പെട്ട ഞാൻ ഇപ്പൊ നിർത്തും. ബഹുമാനപ്പെട്ട താജുൽ ശരീഅ അലിക്കുഞ്ഞു ഉസ്താദ് അവരെ ദർദന കഅബത്തിന്റെ ഉള്ളിൽ കയറിയ ഒരു ഉസ്താദാണ് അല്ലേ? അങ്ങനെയാണ് സനദ് മുത്തസിലായിട്ട് കേട്ടിട്ടുള്ളത്. അല്ലാഹു തആല താജുൽ ശരീഅ ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ആ ഉസ്താദിന്റെ ശിഷ്യന്മാർക്കും അവരെ മുഹിബ്ബീങ്ങൾക്കും ആ ഉസ്താദിന്റെ കൂടെ ശൈഖുനയുടെ കൂടെ സ്വർഗത്തിൽ കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ വന്ന് 40 ഖാദിമീങ്ങളും വന്ന് വലിയ ചരിത്രമാണ്. അങ്ങനെ എവിടെ കൂടി അനാസാഗർ തടാകത്തിന്റെ വക്കത്ത് അവിടെ കൂടി അള്ളാഹ്ക്ക് ഇബാദത്തായിട്ട് കൂടുകയാണ്. അവിടെ താമസിച്ചു. അവിടെ തന്നെ താമസിക്കുക, രാവും പകലും ഉറക്കം എല്ലാം അനാസാഗർ തടാകത്തിന്റെ. അപ്പൊ അവിടെ അന്ന് ഭരിച്ചിരുന്ന പൃഥ്വിരാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഏതോ ആൾക്കാർ അറബ് നാട്ടിൽ നിന്നോ മറ്റേതോ നാട്ടിൽ നിന്ന് ആൾമാര് വന്നിട്ടുണ്ട്, രാജാവിന്റെ ഓർഡർ വന്ന്. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവം ഉണ്ട്, ഞാൻ ചുരുക്കി പറയാം. രാജാവിന്റെ ഓർഡർ വന്ന് എന്ത്, അയാളോട് പോകാൻ പറയും, ഇവിടെ നിൽക്കരുത്. അങ്ങനെ രാജാവിന്റെ കാര്യസ്ഥം വന്നിട്ട് പറഞ്ഞു, പോകണം, ഞങ്ങളെ രാജാവിന്റെ ഓർഡർ ഉണ്ട്. ഓക്കെ പോകാനാണോ? ഓക്കെ, ഞാൻ പോയിക്കോളാം. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, അനാസാഗർ തടാകത്തിൽ നിന്നാണ് 10,000 ആളുകൾ വെള്ളം കുടിക്കണ്. 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വെള്ളം കുടിക്കുകയാണ്. ആൾക്കാർക്ക് വേറെ വെള്ളം, വേറെ മാർഗമില്ല, ബിറില്ല, കിണറില്ല, ബോറില്ല, ഒന്നുമില്ല. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു പോകണം. ഖാജ തങ്ങൾ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ പൊയ്ക്കോളാം. ഒരു കുടം വെള്ളം ഞാനൊന്ന് മുക്കിയെടുത്തോട്ടെ. ഓക്കെ, അതെടുക്കുന്നതിന് കുഴപ്പമില്ല, ഒരു കുടല്ലേ നിങ്ങൾ എടുത്തോളൂ, ഒരു പാത്രല്ലേ, ഒരു കുടം അല്ലേ, എടുത്തോളൂ. ബഹുമാനപ്പെട്ട ഖാജ തങ്ങള് അവിടുത്തെ ഖാദിമീങ്ങൾ ചെന്നിട്ടൊരു കുടത്തിൽ വെള്ളം മുക്കുമ്പോ സുഹൃത്തുക്കളെ, അതാ അനാസാഗറിന്റെ വെള്ളം വറ്റുകയാണ്. ബൂസീരി ഇമാം പറഞ്ഞ പോലെ സാവാ തടാകം വറ്റിയതിനെ പറ്റി ബൂസീരി ഇമാം പറഞ്ഞില്ലേ, ഉണങ്ങിപ്പോയി. സാധാരണ ഒരു വെള്ളം പറ്റിയാൽ, ഒരു കുളത്തിൽ വെള്ളം പറ്റിയാൽ, ഒരു തടാകത്തിൽ വെള്ളം പറ്റിയാൽ ചെറിയ നനവുണ്ടാകും, ചെറിയ മാവിന്റെ ഒരു അംശം ഉണ്ടാവും, തണ്ണിയുടെ ഒരു അംശം ഉണ്ടാവും. പക്ഷേ ഉണങ്ങിപ്പോവാണ്. അതുപോലെ റസൂലുള്ളാഹിനെ പെറ്റ സമയത്ത് സാവാ തടാകം വറ്റിയപ്പോൾ ഉണങ്ങിയതുപോലെ അനാസാഗർ ഉണങ്ങുകയാണ്. ഉണങ്ങിപ്പോയി. ജനങ്ങളാകെ ബേജാറിലായി. ഇനി ഞങ്ങൾക്ക് കുടിക്കാൻ തണ്ണി എവിടുന്ന കിട്ടാൻ വല്ല വഴിയുണ്ടോ? വഴിയില്ല. അങ്ങനെ രാജാവിന്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, അയാളോട് പോകരുത് എന്ന് പറയും, പോകരുത് എന്ന് ചെല്ല്. അങ്ങനെ രാജാവ് വന്നിട്ട് കാൽക്കൽ വീഴുകയാണ്. ഖാജാ തങ്ങളടുക്കൽ കാൽക്കൽ വീഴുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നിങ്ങൾ ഇവിടെ തന്നെ ജീവിച്ചോളും. അപ്പോൾ ആ ഒരു കുടം വെള്ളം അനാസാഗറിലേക്ക് തിരിച്ചങ്ങോട്ട് ഒഴിച്ചപ്പോൾ അതാ വെള്ളം പഴയ പോലെ വരികയാണ്. അതെ, എന്നോടേകൽ ഉടയവൻ തൻ്റെകൽ ആകുന്നു ഞാൻ ചൊൽകിലാകും അതെന്നോവർ. പിന്നെ ഇത് മാസം മിഅ്റാജിന്റെ മാസമാണ്. ഈ മാസം വന്നാല് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ലേഖനം ഉണ്ടാവും. ഫേസ് കിതാബിൽ അല്ലേ, ഇപ്പത്തെ ഓരോ കിതാബ് ഫേസ് കിതാബാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞ ഫേസ്ബുക്ക്. അതിലുണ്ടാവും ഓരോരോ മെസ്സേജ്. എന്ത്? അത് ഹദീസിൽ ഇല്ലാത്തതാണ്, റസൂലുള്ള പഠിപ്പിക്കാത്തതാണ്. ശഅബാൻ 15 കൊണ്ട് വരുമ്പോ ബറാത്തിന്റെ നോമ്പ് റസൂലുള്ള പഠിപ്പിക്കാത്തതാണ്. മരണപ്പെട്ട വീട്ടിൽ യാസീൻ ഓതാൻ റസൂലുള്ള പഠിപ്പിക്കാത്തതാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ, ജനാസ കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ അത് റസൂലുള്ളാഹിയുടെ ഹദീസിൽ ഇല്ലാത്തതാണ്. ഇല്ലാത്തത് മാത്രം പറയുന്ന കൂട്ടക്കാരെ പേരാണ് ഈ വഹാബികൾ എന്ന് പറയുന്നത്. ഇല്ലാത്തത് മാത്രം പറയാം. പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖുതുബന്റെ ഏട് നോക്ക്. അടുത്ത വെള്ളിയാഴ്ച വരാൻ പോണ ജുമുഅന്റെ ഖുതുബന്റെ ഏട് നോക്ക് ഉസ്താദുമാരെ.
എന്തായാലും പറഞ്ഞൊരു ഹദീസ് പറയണില്ലേ, അടുത്ത വെള്ളിയാഴ്ച വരാനുള്ള ഖുതുബയാണ്. ആ ഹദീസ് ആര് പറഞ്ഞതാ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സാമ യൗമ 27 മിൻ റജബിൻ ഔ കമാ ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഗസാലി തങ്ങളെ ഇഹ്യായിലുള്ളതാണ്. അതും കൂടി പറഞ്ഞു, അത് മാത്രം പറഞ്ഞു ഞാൻ നിർത്തിയാണ്. കാരണം ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി, ഒരു തംബീഹിന് വേണ്ടി, എന്നെ കൊള്ള തംബീഹാക്കാൻ അള്ളാഹു ഞമ്മക്കൊക്കെ ഒരു തനബ്ബുഹ് ഉണ്ടാകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. 27 അന്ന് നോമ്പ് നോറ്റാൽ 60 ശഹ്റാ. ഗസാലി ഇമാം നമ്മളെ ഉസ്താദുമാരെ കൂട്ടത്തിലുള്ള വലിയ ഉസ്താദല്ലേ? ഉസ്താദുമാരെ മുഅ്മിനീങ്ങളെ നമ്മളെ മശായിഖന്മാരെ കൂട്ടത്തിലുള്ള വലിയ ശൈഖല്ലേ? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകൾ രേഖപ്പെടുത്തുന്ന ഹദീസല്ലേ അത്? എന്ത്? റജബ് 27 നോമ്പ് നോറ്റാൽ, നിങ്ങൾ നോക്കി എത്ര മാസം? 60 മാസം നോമ്പെടുത്ത കൂലിയാണ്. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹ്. 60 മാസം നോമ്പെടുത്ത കൂലിയാണ്. ആരെങ്കിലും പറഞ്ഞു കേട്ട് ഞങ്ങളത് ഒഴിവാക്കാൻ പാടില്ല. ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ എത്ര മാസം, എത്ര തിങ്കൾ? 60 തിങ്കൾ നോമ്പ് നോറ്റ കൂലിയാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. 60 തിങ്കൾ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലായി? എത്ര കൊല്ലം? 5 കൊല്ലം. അൽഹംദുലില്ലാഹ്. ആ ഉസ്താദ് വന്നപ്പോൾ മുതൽ തന്നെ പല ഉത്തരങ്ങളും പറയുന്നുണ്ട്. അവസാനം മുൻകർ അലൈഹിസ്സലാമിൻ്റെയും നക്കീർ അലൈഹിസ്സലാമിൻ്റെയും ചോദ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും നല്ല കറക്റ്റായ ഉത്തരങ്ങൾ പറയാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. 1 കൊല്ലം അല്ല, 2 കൊല്ലം അല്ല, 3 കൊല്ലം അല്ല, 4 കൊല്ലം അല്ല, 5 കൊല്ലം നോമ്പ് നോറ്റതിൻ്റെ ഈക്വലാണ്, സെയിമാണ് എന്ത് എന്ന് റജബ് 27. ഞാൻ എൻ്റെ ഒരു സംഗതി കൂടി പറയാം. അത് കിതാബിലോടും കണ്ടിട്ടൊന്നുമില്ല, ഞാൻ കിതാബ് നോക്കലുമില്ല. നോക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. 27 ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി 26 അന്നും 27 അന്നും 28 അന്നും 3 ദിവസം നോൽക്കൽ നല്ലതാണ്. അത് മുഹറത്തിന്റെ ആശൂറാവിനെ പറ്റി പറഞ്ഞു കൊടുത്ത് ഏതോ കിതാബിൽ കണ്ടതായ ഓർമ്മ ഉണ്ട്. എന്ത്? യാനത്തു താലിബീനാണെന്ന് ഓർക്കുന്നു. മുഹറം 10 ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി താസൂആനും അത് 9-നും 10-നും 11-നും നോമ്പ് നോൽക്കുക. ഒമിൻ സമ്മ സുന്ന ലിമൻ ലം യസുംഹു സൗമുൽ 11 ബൽ വഇൻ സാമഹു എന്ന് പറഞ്ഞിടത്ത് മഹാന്മാർ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ റജബ് 27 ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 26 അന്നും 27 അന്നും 28 അന്നും നോൽക്കൽ നല്ലതാണ്. ആ ദിവസമൊക്കെ ഏതായാലും സുന്നത്തുമാണല്ലോ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല തഅദീമാക്കിയതായിരിക്കുന്ന ഈ മാസത്തിനെ പറ്റി എല്ലാ മഹാന്മാരും പാടിയിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ പാടിയിട്ടുണ്ട്. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹിന്റെ മിഅ്റാജ് ആണല്ലോ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ കാര്യമായ വിഷയം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മിഅ്റാജിനെ പറ്റി മലയാളത്തിലൊക്കെ ഒരുപാട് കവികൾ പാടിയിട്ടുണ്ട്. അല്ലാഹ് ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയ വകയിൽ, മദ്ഹ് കേട്ട വകയിൽ നിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിലായി അവിടുത്തെ ഖാദിമീങ്ങളായി സ്വർഗ്ഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ ഈ പൊയ്യത്തെ ബയൽ ഒരിക്കൽ ചെന്നപ്പോ സിയാറത്തിന് ചെന്നപ്പോ ഒരു ദിവസം അസറിന്റെ ശേഷമാണ്. അപ്പോ ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കണ്ടപ്പോ ഞാൻ ഒരു ആയത്തിനെ പറ്റി ഒരു സംശയം ചോദിച്ചു. അതിന്റെ വിശദീകരണത്തിനെ പറ്റി സൂറത്ത് ഫുസ്സിലത്തിലാണ് ആ ആയത്തുള്ളത് എന്നാണ് എന്റെ ഓർമ്മ. ആയത്തിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോ എന്റെ കൂടെ വേറെ 2-3 മുഅ്മിനീങ്ങളും ഉണ്ട്. നല്ല പൊഞ്ചിരിച്ചുകൊണ്ട് റാഹത്തുള്ള മറുപടി കണ്ടോ. അവരൊന്ന് എപ്പോഴാ കിതാബ് നോക്കിയത്? അത് പലരോടും ചോദിച്ചിട്ട് കിട്ടാത്തൊരു ഉത്തരം. നല്ല ഷാഫിയായ ജവാബ് കിട്ടി. അൽഹംദുലില്ലാഹ്. ആ ഉസ്താദിന്റെ തദ്രീസിൽ, ദർസിന്റെ മജ്ലിസിൽ, ദർസിന്റെ ഹൽഖയിൽ, സ്വർഗ്ഗത്തിൽ, ജന്നത്തുൽ ഫിർദൗസിൽ
ആ ഉസ്താദുമാരെ കൂടെ ഇനിയും ഞങ്ങൾക്ക് ആ കിതാബുകൾ കേൾക്കാൻ, ഇൽമുകൾ കേൾക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ മുഴുവൻ ഉസ്താദ്, അവിടുത്തെ ശിഷ്യന്മാർക്കും അവരെ മക്കള് പരമ്പര അൽഹംദുലില്ലാ. ഇപ്പൊ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായപ്പോ ഒരുപാട് ആൾമാരെ വീടുകൾ ബുൾഡോസർ വെച്ച് പൊളിച്ചപ്പോ അവിടെ എല്ലാ ആ മുഅ്മിനീങ്ങൾക്ക് വേണ്ടതായ എല്ലാം കൊടുത്തത്. ആ മുഅ്മിനീങ്ങൾക്ക് പത്രത്തിൽ വാർത്ത വന്നില്ലേ, TV ചാനലിൽ വാർത്ത വന്നില്ലേ, റേഷൻ കാർഡ് അവർക്കുണ്ട്, ഗ്യാസിന്റെ കുക്കിംഗ് ഗ്യാസിന്റെ കണക്ഷൻ ഉണ്ട്, വോട്ടർ ID കാർഡ് ഉണ്ട്, ഇലക്ഷൻ ID കാർഡ് അവർക്ക് ഭൂരിപക്ഷ ആൾക്കാർക്കും ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവർ താമസിക്കാൻ, അവർക്ക് അനുവാദം ഇല്ലാത്തവർക്ക് ഇതൊക്കെ കിട്ടുമോ? ഒരു സ്ഥലത്ത് വീട് വെക്കാൻ, ഒരു പൊരണ്ടാക്കാൻ, പൊര ആക്കാൻ അനുവാദം കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണ്ടേ? ഗ്യാസിന്റെ കുക്കിംഗ് ഗ്യാസിന്റെ കണക്ഷൻ അവർക്കുണ്ട്. അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, BA പാസ്സായവരുണ്ട്, SLC പാസ്സായവരുണ്ട്, സെക്കൻഡ് PUC ഫസ്റ്റ് PUC പാസ്സായവരുണ്ട്. ഇതൊക്കെ പാസ് ഉണ്ടെങ്കിൽ അവരെ വീടിനൊക്കെ എല്ലാ രേഖ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഏതായാലും ആകട്ടെ, അങ്ങനെ മുസ്ലിമീങ്ങൾ കൊടും തണുപ്പിൽ കഷ്ടപ്പെട്ടപ്പോ അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, അത് എല്ലാ ഗ്രൂപ്പും അതിൽ സഹായിച്ചിട്ടുണ്ട്, എല്ലാ സംഘടനകളും അതിൽ സഹായിച്ചിട്ടുണ്ട്. ഹുമാസിയും സുലാസി റുബായി ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുമ്പിൽ നിന്നത് ഞാൻ വായിച്ചു, ഞാൻ ആ കിതാബ് നോക്കി. ഏത് കിതാബ്? ഫേസ് കിതാബ്. ഫേസ് കിതാബിൽ നോക്കിയപ്പോൾ, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഫേസ്ബുക്ക്, അതിൽ നോക്കുമ്പോൾ ശൈഖുന ഉസ്താദിന്റെ മകനാണ്, താജുശ്ശേരി ഉസ്താദിന്റെ മകനാണ് അതിന്റെ ലീഡർ. ഉസ്താദിന്റെ മോനല്ലേ അനസ് ഉസ്താദ്? ആ ഉസ്താദിന്റെ പുള്ളിയാണ്, മകന്റെ കുട്ടിയാണല്ലേ, ഉസ്താദിന്റെ മകളെ കുട്ടിയാണ്. അൽഹംദുലില്ലാ. ഏതായാലും ഉസ്താദിന്റെ ഫസലാണെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അസുലി ഉസ്താദ് തന്നെ ഫസല് ആ പുള്ളിയായ കുട്ടിയാണ്. അൽഹംദുലില്ലാ. ഏതായാലും പുലിയുടെ കുട്ടി പുലിക്കുട്ടി എന്നാണല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു തആല ആ തലമുറയിൽ മുഴുവനും പുള്ളികളിൽ മുഴുവനും അല്ലാഹുവേ ആ ഒരു ബറക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ശൈഖുന മർഹൂം കോട്ടുമല ഉസ്താദിന്റെ, കോട്ടുമല ഉസ്താദ് കാരണം കോട്ടുമല ബാപ്പു മുസ്ലിയാരല്ല കേട്ടോ, അത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആൾക്കാർ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് വലിയ മുഹഖിഖാണ്. അല്ലാഹ് ആ ഉസ്താദിന്റെ അടുക്കൽ ഓതി പഠിച്ച ശൈഖുന ആലിക്കുഞ്ഞി ഉസ്താദിന്റെ പുള്ളിയാണ്. ഈ എല്ലാവർക്കും എന്താ നിങ്ങൾ വിചാരിച്ചത്? ഉച്ചക്ക് 1:30 മണിക്ക് ബംഗളൂരിൽ ഭയങ്കര തണുപ്പാണ്. ഉച്ചക്ക് 1:30 മണിക്ക് പിന്നെ മഗ്‌രിബ് കഴിഞ്ഞാലുള്ള തണുപ്പിനെ പറ്റി പറയാൻ പറ്റുമോ? ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ സുപ്രീം കോടതിന്റെ നിയമം എങ്ങനെയെന്ന് ഞങ്ങൾ 8 ആഴ്ച മുമ്പ് വിവരം കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അനധികൃതമാണ്, അത് അവിടെ സ്വഹീഹായിട്ട് വെച്ച വീടല്ല എന്നുണ്ടെങ്കിൽ തന്നെ 2 തിങ്കൾ മുമ്പ് വിവരം കൊടുക്കണം. അൽഹംദുലില്ലാ. പക്ഷെ വിവരം കൊടുത്തോ? ഇല്ല. 4 മണിക്ക് സുബൈന്റെ മുന്നേ 4 മണിക്ക് വന്ന് ബുൾഡോസർ വെച്ച് പൊളിച്ചത് എന്തായാലും തെറ്റ് തന്നെയാണ്. അത് തപ്പു തന്നെയാണ്. പക്ഷെ തെറ്റൊക്കെ പറ്റിപ്പോയി. അത് തിരുത്താൻ അല്ലാഹു വേണ്ടപ്പെട്ടവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകന്മാര് പലരും, ഇവിടെ ഉസ്താദുമാര് മാത്രമല്ല, ഈ മജ്ലിസിൽ ഈ ഓർക്കാടി പഞ്ചായത്തിന്റെ മെമ്പർമാര്, പുതിയ ഭരണസമിതിയുടെ മെമ്പർമാരുടെ ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. ഓർക്കാടി പഞ്ചായത്തിന്റെ ആൾക്കാർ മാത്രമല്ല, അതിന്റെ അപ്പുറം ബാദപ്പുണി പഞ്ചായത്തിലുള്ള മെമ്പർമാര്, പഞ്ചായത്തിന് ബാദപ്പുണി എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റ് ആണ്. ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അല്ലാഹു തആല നമ്മളൊക്കെ ഈമാനുള്ളവരിൽ, മുഅ്മിനീങ്ങളിൽ, അല്ലാഹ് പൊരുത്തപ്പെട്ടവരിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇശ്ഖ്, അവിടുത്തെ പ്രിയം വെച്ചവരിൽ അൻത മഅ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞ ആ മുത്തുനബിയെ ഹുബ്ബാക്കാൻ, അവിടുത്തെ ഹുബ്ബ് തിരിച്ചു കിട്ടാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. വലം ഉരിദ് സഹറത്തദ് ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമി എന്ന് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇത്രയും പറഞ്ഞത്, പാടിയത്. ശൈഖുന താജുശ്ശേരി ഉസ്താദിന്റെ ശിഷ്യന്മാര് മുഹമ്മദ് അലി ഫൈസി ഉസ്താദ്, ബാദപ്പുണി മുദർരിസ് മജീദ് ഫൈസി ഉസ്താദ് ഉൾപ്പെടെ എല്ലാ ശിഷ്യന്മാർക്കും അല്ലാഹുവേ അവരെ കൂട്ടത്തിൽ നല്ല മുഹഖഖീങ്ങളൊക്കെ ഉണ്ട്. അവർക്കും ഞങ്ങൾക്കും നല്ല ബറക്കത്തുള്ള നാഫി ആയിരിക്കുന്ന ഇൽമ് അത് ജാസ്തിയാക്കി തരണേ അല്ലാഹ്. ജാസ്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ നല്ല നാഫി ആയ ഇൽമുള്ള മുബാറക്കീങ്ങളിൽ, മുവഫഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.
ഉസ്താദ് പറഞ്ഞ ഒരു 10 മിനിറ്റും കൂടി പറഞ്ഞോളി എന്നാണ്. മഹബത്ത് കൂടിയ പിന്നെ അങ്ങനെയാണ്. ആ ഉസ്താദിന് എന്നോടും എനിക്ക് അങ്ങോട്ടും ആ ഹുബ്ബ് അൽ ഹുബ്ബു ഫില്ലാഹി എന്ന ഹുബ്ബ് കൂട്ടിത്തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ തന്നെ വേണ്ടത്. അല്ലാഹ് ബർക്കത്ത് നൽകണേ, അല്ലാഹ് ഖൈറാക്കണേ, അല്ലാഹ്. അങ്ങനെ അവസാനം എന്തായിന്നറിയോ? അതൊക്കെ അതിന്റെ ഇടയ്ക്ക് പലതുണ്ട്. അജ്മീർ ഖാജ തങ്ങൾ ഇപ്പൊ ഒരു ചങ്ങായി പ്രസംഗിച്ചു. കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ഞാൻ അയാളെ പേര് പറഞ്ഞില്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിമീങ്ങൾ, സുന്നികൾ വളരെ ശ്രദ്ധിക്കണം. വഹാബി വാദം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരെ മഖ്ബറകളോടാണ് അവർക്ക് എന്നും വെറുപ്പ്. അജ്മീർ ഖാജ തങ്ങളെ ദർഗയെ പറ്റി ഒരാൾ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചെന്നറിയോ? കേരളത്തിലെ ഒരു മന്ത്രി, ഇത് ഞാൻ ആരെയും മോശാക്കാനല്ല, ഇപ്പോൾ കേരളത്തിലുള്ള ഒരു മന്ത്രി, അയാൾ മുസ്ലിം അല്ല. മന്ത്രിയാകാൻ മുസ്ലിം ആകണമെന്നൊന്നുമില്ലല്ലോ. ഇത് ജനാധിപത്യ രാജ്യമല്ലേ, മതേതര രാജ്യമല്ലേ? ആ മന്ത്രി മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന പെണ്ണിനെ, സ്ത്രീയെ പോയി പിടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസപ്രകാരം ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനക്കനുസരിച്ച് അതിൽ തെറ്റില്ല. പക്ഷെ വേറൊരു രാഷ്ട്രീയക്കാരൻ, മുസ്ലിം പേരുള്ള ഒരാൾ പറയാണ്, മന്ത്രി ഒരിക്കലും ആൾ ദൈവത്തിനെ കെട്ടിപ്പിടിക്കരുത്, അത് ശരിയല്ല. എന്നിട്ട് അയാൾ പറയാ, ഈ മുസ്ലിമായ കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ പറയാണ്, എന്നിട്ട് അയാൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തെന്നറിയോ? മുസ്ലിം ഖബറിന്റെ മുകളിലെ മുസ്ലിം മന്ത്രിമാര്, ഇന്ത്യയിലെ മന്ത്രിമാര് ചാദർ വിരിക്കുന്നതും ശരിയല്ല. ചാദർ എന്ന് പറഞ്ഞാൽ അജ്മീർ ഖബറിൽ ശൈഖുനായുടെ അജ്മീർ ശൈഖുൽ മശായിഖ് മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ ഖബറിന്റെ മുകളിൽ ജാറം മൂടുക, തുണി വിരിക്കുക. മന്ത്രി അത് ചെയ്യാൻ പാടില്ല. ഒരാൾ പ്രസംഗിക്കുക, ഒരു കേരളത്തിലെ ഒരു മുൻ MLA പ്രസംഗിക്കുക. ഞാൻ പറയട്ടെ, എന്താ കുഴപ്പം? എന്താണ് ഇതിൽ തെറ്റ്? ഒരു മിനിസ്റ്റർ ഇന്ത്യയിൽ, കേരളത്തിലാകട്ടെ, കർണാടകത്തിലാകട്ടെ, രാജസ്ഥാനിലാകട്ടെ, ബീഹാറിലാകട്ടെ, ഒറീസയിലാകട്ടെ, എവിടെയാണെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു കലക്ടർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അജ്മീറിലോ മടവൂരോ ഉള്ളാളം സയ്യിദ് മദനി തങ്ങളെ ഷറഫാക്കപ്പെട്ട ഖബറിന്റെ മുകളിലോ ഒരു തുണി വിരിച്ചാൽ എന്താണ് തെറ്റ്? മുഹമ്മദ് അലി സഖാഫി ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ എന്താ തെറ്റ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം എന്താ കുഴപ്പം? ബഹുമാനപ്പെട്ട അഇമ്മത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇസ്മാഈലുൽ ഹിഖി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹീങ്ങളെ ഖബറിന്റെ മുകളിൽ തുണി വിരിക്കൽ അത് മത്ലൂബാണ്, മശ്റൂആണ്. ഇന്ത്യന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്റെ ഇടമുള്ള ബുദ്ധിരാക്ഷസനായ സ്കോളറായ ഒരു പ്രധാനമന്ത്രി വേറെ വന്നിട്ടില്ല. ആ പ്രധാനമന്ത്രി തന്നെ ജവഹർലാൽ നെഹ്റു അജ്മീറിൽ ചാദർ വിരിച്ചിട്ടുണ്ട്. ഇപ്പത്തെ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി ചാദർ വിരിച്ചിട്ടുണ്ട്, അതായത് ജാറം മൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ജാറം മൂടുക എന്നാ പറയാ, ഇവിടെ എന്താ പറയാ എനിക്കറിയില്ല. നമ്മളൊരു മുറാദ് ഹാസിലാകാൻ കിടാക്കളെ കൊണ്ടുപോയിട്ട് നമ്മൾ മഖബറയിൽ, എവിടെ ഉള്ളാളത്തെ മഖബറയിൽ ജാറം മൂടും, തുണി വിരിക്കും അല്ലേ? അതിന് ജവഹർലാൽ നെഹ്റു തുണി വിരിച്ചിട്ടുണ്ട്, വാജ്പേയി തുണി വിരിച്ചിട്ടുണ്ട്, ഇന്ത്യന്റെ പ്രധാനമന്ത്രി വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി തുണി വിരിച്ചിട്ടുണ്ട്, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിമാര് അജ്മീറിൽ ജാറം മൂടിയിട്ടുണ്ട്, ബംഗ്ലാദേശിലെ ഭരണാധികാരികൾ ജാറം മൂടിയിട്ടുണ്ട്. എന്നിട്ട് പറയാ, ഒരു ചങ്ങായി പറയാ, ഒരു മന്ത്രി ഖബർസ്ഥാന്റെ മുകളിൽ, ഖബറിന്റെ മുകളിൽ തുണി വിരിക്കലല്ല അയാളെ പണി. ഞങ്ങളെ പണി അതാണ്, ഔലിയാക്കളെ ബഹുമാനിക്കലാണ്. ഔലിയാക്കള് വഫാത്തായാലും അവരെ ഖബറിന് ബഹുമാനമുണ്ട്. അതുകൊണ്ടല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. الذي
എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സയാണ്? ബാറക്നാ ഹൗലഹു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സന്റെ ചുറ്റുഭാഗത്ത് അമ്പിയാക്കന്മാരെ ഖബറുണ്ട്. അതാണ് അവിടുത്തെ ബഹുമാനം. വേറെയും അതാണ് അവിടുത്തെ ബർക്കത്ത്. വേറെ പല ബർക്കത്തും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോൾ മദീന വഴിയാണ് കൊണ്ടുപോയത് എന്ന് ഇമാം ഖുർത്തുബി തങ്ങളെ തഫ്സീറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ കാരണം? മദീനത്ത് റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫ് വരാൻ പോവാൻ. അതുകൊണ്ട് അല്ലാഹു തആല ഒരുപാട് ഉസ്താദുമാർ വന്നിട്ടുണ്ട്. നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ അസ്സലാമു അലൈക്കും.